നമസ്കാരം. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. നമുക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടും ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടുമായിട്ട് പ്രഖ്യാപനം എന്ന് തോന്നി. നാഷണൽ അവാർഡിന് ഒരു അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നി. സുരേഷ് ഭായ് പറയും. എനിക്ക് രണ്ടുപേരും ബുദ്ധിജീവിയും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിജീവി അല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് നാഷണൽ അവാർഡിനെ കുറിച്ച് അങ്ങനെ വലിയ പരാതി ഒന്നുമില്ല. കാരണം ഞാൻ ഹാപ്പിയാണ്. ഞാൻ കാണാത്ത പോലെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് തന്നെ പറയാം, കേരള സ്റ്റോറി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞ് അതിനെ വിൽക്കാൻ നിൽക്കേണ്ട ആയിരുന്നു. പിന്നെ ഷാറൂഖ് ഖാനെ കുറിച്ചാണ് ഈ ഇരിക്കുന്ന ബുദ്ധിജീവികൾക്ക് ഞാൻ പറയും ഷാറൂഖ് ഖാന് കിട്ടിയത് വളരെ സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും പൃഥ്വിരാജിന് കിട്ടിയത് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാം. നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പരാതി അല്ല, പൃഥ്വിരാജിന് കിട്ടാഞ്ഞതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷം മുഖ്യമായിട്ട് നമ്മുടെ അമ്മയുടെ പോകുന്നില്ല. പക്ഷേ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമായിരുന്നു എന്നുള്ളത് ടെക്നിക്കൽ സൈഡ് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് പൃഥ്വിരാജ് ഷാറൂഖ് ഖാനെക്കാട്ടും ഗംഭീരമായെന്നോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ പൃഥ്വിരാജിനെക്കാട്ടും ഗംഭീരമായെന്നോ ഞാൻ പറയില്ല. രണ്ട് തരത്തിലുള്ള അഭിനയമാണ്. അവിടെ ഇരിക്കുന്ന ജൂറിക്ക് ഇഷ്ടപ്പെട്ടത് ഷാറൂഖ് ഖാന്റെ അഭിനയമാണ്. താങ്കൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജൂറിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അവർക്കാണ് അവാർഡ് കിട്ടുന്നതാണ്. പിന്നെ അല്ലാതെ ജൂറിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഇവിടെ ഇരിക്കുന്ന സൂരജ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. അതല്ല നമുക്ക് പതിനേഴ് അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഒരു പടത്തിന്റെ ഒരു നോക്കിക്കഴിഞ്ഞു കഴിയുമ്പോ എന്താണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കമലഹാസനും മോഹൻലാലും നമ്മുടെ ആദമിന്റെ മകൻ അതുപോലെ സലീം കുമാറിനും സുരാജ് വെഞ്ഞാലൂരിനും കഴിഞ്ഞ മുമ്പത്തെ വർഷം ആട്ടം സിനിമയ്ക്കും ഒക്കെ കിട്ടിയത് എല്ലാം അജണ്ടയാണ്. അല്ല ഇതിൽ ശരിക്കും എന്താ പ്രശ്നം? എമ്പുരാന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞ ഇതിലൊരു വിഷയമാണ്. ഇതിനൊരു ക്ലാരിറ്റി കിട്ടട്ടെ. നാഷണൽ അവാർഡും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡും അജണ്ട ആണെങ്കിൽ ഈ പറയുന്ന പി.ജെ. ആന്റണി മുതൽ അല്ലെങ്കിൽ പ്രേംജി മുതലുള്ള എല്ലാവരും എല്ലാം അജണ്ടയാണ്. എല്ലാ അജണ്ടകളും അതായത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ളവർക്ക് അവാർഡ് കിട്ടാതിരിക്കുമ്പോൾ മാത്രം അജണ്ടയാവുകയും നമുക്ക് താല്പര്യമുള്ള എല്ലാവർക്കും അവാർഡ് കിട്ടുമ്പോൾ അത് അജണ്ട അല്ലാതിരിക്കുന്നത്. നമുക്ക് താല്പര്യമുള്ള എല്ലാവർക്കും അവാർഡ് ഈ ജവാൻ എന്ന സിനിമ ഞാൻ കണ്ടതാണ്. ആടുജീവിതം എന്ന സിനിമയും ഞാൻ കണ്ടതാണ്. രണ്ട് സിനിമയുടെയും പ്രമേയവും അതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിയുമ്പോ താങ്കൾ പറഞ്ഞു വരുമ്പോ ആദാമിന്റെ മകൻ അബു ഏത് വർഷത്തിലാണ് കാരണമുണ്ട്. ഈ ആദമിന്റെ മകൻ അബു എന്നാണ് കിട്ടിയത്? ഏത് വർഷത്തിലാണ്? അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. താങ്കൾക്ക് ഇഷ്ടപ്പെടില്ലേ? എനിക്ക് നമ്മൾക്ക് താല്പര്യമില്ലാത്തവരല്ല, അർഹതയില്ലാത്ത ഒരാൾക്ക് കിട്ടിയതാണ്. ഇപ്പൊ ഈ ജവാൻ മൂവി, അഗ്നിയുടെ മൂവി ഉദാഹരണം പറയാം. അനു മേനോൻ 2 വർഷം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്ക് പറയാം, മിന്നൽ മുരളി സിനിമ ഇറങ്ങിയപ്പോ എല്ലാവരും നമ്മളെ ആ വ്യക്തിയുടെ പേരെന്താ തമിഴ്നാട് അതിലെ വില്ലനായിട്ട് ഗുരു സോമസുന്ദരത്തിന് ഗംഭീരമാണെന്ന് പറഞ്ഞു. ടോവിനോവിനെ കുറിച്ചല്ല ചർച്ച ചെയ്തത്. ഇയാള് പറഞ്ഞു, അനു മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണുകൾ നനയുകയും അല്ലെങ്കിൽ ഇമോഷൻ കാണിക്കുകയും മാത്രമല്ല അഭിനയം, മാസ് ചെയ്യുകയും തിയേറ്റർ വന്ന ഇളകി ആളുകളെ കൈയടിപ്പിക്കുകയും ചെയ്യുന്നതും അഭിനയമാണ്. അതും ആക്ടിംഗ് ആണ്, അതും പെർഫോമറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഇത്ര നാളായിട്ട് നാഷണൽ അവാർഡ് കിട്ടാണ്ടിരുന്നത്? അങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ചേട്ടൻ പറയുന്നത് ഡാൻസിനും മാസിനും എല്ലാത്തിനും അഭിനയത്തിനൊക്കെ കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ള വിജയാണ്. കാരണം വിജയുടെ അത്ര ഇല്ല ആരും ഇന്ത്യയില്. അപ്പൊ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഞാൻ ഇദ്ദേഹത്തെ പോലത്തെ ഒരു ബുദ്ധിജീവി അല്ലാത്തപ്പോൾ ഞാനൊരു സാധാരണ പ്രേക്ഷകനായിരുന്നു. അല്ല നിങ്ങളുടെ പറയണ്ടല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു മൈനോറിറ്റി ഉണ്ട്. ഒരാളെ വായനൊരു കാര്യം സംസാരിക്കാതെ പോലെ മറ്റുള്ള മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന താങ്കളൊക്കെ ഞങ്ങൾ എന്താ പറയുന്നത്? താങ്കളപ്പോ ഇതല്ലേ
കാരണം മറ്റുള്ളവരാണ്. അല്ല അദ്ദേഹത്തിന് എന്തോ പറയുന്നുണ്ട് അദ്ദേഹം. ഇല്ല ഇയാളെ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു തീർക്കട്ടെ. നമ്മളൊരു വാക്ക് പോലും പറയാണ്ട് ഞങ്ങൾ ബുദ്ധിജീവിയാണ് താങ്കൾ അമർത്തിക്കുകയും BJP എതിരാണെന്ന് പറയുകയും താങ്കൾ ചെയ്തത് ഞങ്ങൾ എന്ത് പറയണം മറ്റു തരുന്നത് താങ്കൾ പറഞ്ഞ ആ താങ്കളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ പറയുന്ന സിനിമകളിൽ അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമകളിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇന്നത്തെ തോന്നിരിക്കുന്ന സമയത്തൊക്കെ വരണം. അപ്പൊ എന്താണ് കാര്യം താങ്കൾ പറയും. അല്ല ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനാണ് ഏറ്റവും ഡിസേർവ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഇപ്പൊ ഞാനല്ലാതെ പറഞ്ഞില്ല. നിങ്ങൾ ഷാറൂഖ് ഖാനെ കിട്ടിയതിനെ നിങ്ങൾ പുച്ഛിച്ചപ്പോഴാണ് ഞാൻ അതിന് ഈ പറഞ്ഞ കാര്യം ഞാൻ 100% യോജിക്കുന്നു. ഷാറൂഖ് ഖാൻ കിട്ടിയതിൽ എനിക്ക് നല്ല പുച്ഛമുണ്ട്. ഓക്കെ ഇനി താങ്കൾ പറഞ്ഞു. അല്ല ഇപ്പൊ ഇത്ര വർഷമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അഭിനയം ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ഇതേപോലത്തെ ഒരു അഭിനയം ഉണ്ടെന്ന്. അതായത് എപ്പോഴും ഇമോഷൻസിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനാണ് പണ്ടും കൊടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ കളിയാട്ടമായാലും നമ്മുടെ മോഹൻലാലിന്റെ പടങ്ങളെല്ലായാലും അതിലൊരു ഇമോഷൻസ് ഉണ്ട്. ഈ പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടി നമ്മുടെ അമിതാഭ് ബച്ചന് കൊടുത്തതിലും ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സംഭവം ഉള്ളതോ എനിക്ക് സിനിമ അറിയില്ല. അത് ജവാനെക്കാട്ടും മാസ് മസാല പടത്തിന് 1990 കിട്ടിയ അന്ന് മത്സരിച്ചത് പെരുന്തച്ഛന്റെ തിലകനായിരുന്നു. അന്ന് അതിന് പറഞ്ഞിരുന്നത് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്നത് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായ അമിതാഭ് ബച്ചന് കൊടുത്തു എന്നൊരു വിവാദമായിരുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അന്ന് പണ്ടത്തെ കാലത്തൊക്കെ നാഷണൽ അവാർഡ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത് മൊത്തം ഈ ലോബിക്കായിരുന്നു. ഐ മീൻ നോർത്ത് ഇന്ത്യൻ ലോബിക്കകത്ത് കൂടുതൽ കൊടുത്തോണ്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള കമലഹാസൻ ഉണ്ടായി, മമ്മൂട്ടി ഉണ്ടായി, മോഹൻലാൽ ഉണ്ടായി, നമ്മുടെ